ഈ മലപ്പുറത്തെ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ പരക്കെ പറയപ്പെടുന്നൊരു പേരാണ് രാമസിംഹൻ്റെ പേര്. നമ്മുടെ സംവിധായകൻ അലി അക്ബർ ഇസ്ലാം വിട്ട് ഹിന്ദുമതം സ്വീകരിച്ചപ്പോൾ രാമസിംഹൻ്റെ പേര് സ്വീകരിച്ചത് അവിടെ രക്തസാക്ഷിയായ ഒരു രാമസിംഹൻ്റെ പേരിലാണ്. ഇസ്ലാം വിട്ട് ഹിന്ദു ആയതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ കഥ. ഇതിലെത്ര വാസ്തവമുണ്ട്? അത് യാതൊരു തർക്കവുമില്ല സർ, ആരും തർക്കിക്കാറില്ലല്ലോ. വളരെ വസ്തുതാപരമായ ഒരു ചരിത്ര സത്യം. എന്താണ് യഥാർത്ഥത്തിൽ ആ സംഭവം? കിളിയമണ്ണിൽ ഉണ്ണീൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രമാണി, അവിടുത്തെ മലപ്പുറത്തെ വലിയ പ്ലാന്ററും എന്ന് വെച്ചാൽ തോട്ടം ഉടമയും ജന്മിയും ഒക്കെയായ 40കളിൽ, അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു തലമുറ മുമ്പ് തന്നെ നല്ല ഭൂസ്വത്തൊക്കെയുള്ള തറവാട്ടുകാരാണ്. അതിലൊരു മോനാണ് ഈ ഉണ്ണീൻ, കിളിയമണ്ണിൽ ഉണ്ണീനും. അപ്പോൾ ഈ ഉണ്ണീൻ 940 അടുപ്പിച്ച് ഏതാണ്ട് 30കളോട് കൂടിയിട്ട് ഹിന്ദു മതത്തിലേക്ക് ആകൃഷ്ടനായി. അതിന് മിത്ത് പോലെ കുറേ കഥകൾ പറയുന്നുണ്ട്. കിളിയമണ്ണിൽ ഉണ്ണി എന്ന് പറയുന്നത് കിളിയമണ്ണിൽ ഉണ്ണീൻ എന്ന മുസ്ലിം, ഉണ്ണീൻ എന്നൊരു പേരാണ്, മുസ്ലിം പേരാണ്. അപ്പോൾ അദ്ദേഹത്തിന് പല കാരണങ്ങൾ പലതും പറയുന്നുണ്ട്. കാരണങ്ങളിലേക്ക് നമുക്ക് പോകണ്ട, ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും അദ്ദേഹം ആത്മാർത്ഥമായി ഹിന്ദു മതത്തിൽ ആകൃഷ്ടനായി. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു ഹിന്ദു മതത്തിൽ ചേരാൻ എന്താണ് വഴി. അപ്പോൾ അന്ന് ഈ ആര്യ സമാജത്തിൻ്റെ പ്രവർത്തനം, പത്രങ്ങൾ, വലിയ വാർത്തയൊക്കെ വരുന്ന സമയമാണ്. കോഴിക്കോട്ടാണ് അവരുടെ ആസ്ഥാനം. ഇദ്ദേഹം അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമറിയിച്ചു. അപ്പോൾ അതിനെല്ലാ ഏർപ്പാടും ചെയ്തു അവർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോൾ ഇസ്ലാമായി പിറന്ന് മുസ്ലിം വലിയ പേര് കേട്ട മുസ്ലിം കുടുംബത്തിൽ പിറന്ന് മാത്രമല്ല, ഇദ്ദേഹം കല്യാണം കഴിച്ചത് മണ്ണാർക്കാട്ടെ മറ്റൊരു പ്രമാണി കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ കല്ലട ഉണ്ണിക്കമ്മു എന്ന് പറയും. കല്ലട ഉണ്ണിക്കമ്മു പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു, മദ്രാസ് അസംബ്ലി മെമ്പറായിരുന്നു, ഒക്കെ വലിയ പ്രമാണിയാണ്. അവരും വലിയ ഭൂസ്വത്തൊക്കെ ഉള്ള ഉടമകളാണ്. അദ്ദേഹത്തിൻ്റെ മോളെയാണ് കല്യാണം കഴിച്ചത്. എല്ലാ അർത്ഥത്തിലും പ്രമാണിത്വം തികഞ്ഞ ഒരാളാണ്. ഇദ്ദേഹം ഈ ആവശ്യം അറിയിച്ചപ്പോൾ ആര്യസമാജം താല്പര്യപൂർവ്വം അത് പരിഗണിക്കുകയും അദ്ദേഹത്തിന് ആചാരപ്രകാരം തന്നെ ഹിന്ദുമതത്തിൽ ചേരാനുള്ള ഏർപ്പാട് ചെയ്തു. അങ്ങനെയാണ് കോഴിക്കോട് ആര്യസമാജത്തിൽ വെച്ച് ഇദ്ദേഹം ഹിന്ദുമതത്തിൽ ചേരാൻ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരേ ഒരു കൺസേൺ, ഇദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ അർത്ഥത്തിലും ഇദ്ദേഹത്തെ ഇക്കാക്ക അങ്ങേയറ്റത്തെ ആദരവോടെ കാണുന്ന ഒരാളാണ് അനിയൻ ആലിപ്പൂ എന്ന് പറയും. അപ്പോൾ കിളിയമണ്ണിൽ ഉണ്ണീനെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാക്ക എവിടെ ഹിന്ദു മതത്തിൽ ചേരുന്നെങ്കിൽ ഞാനും ചേരുന്നു പറഞ്ഞിട്ട് അദ്ദേഹം കൂടെ. അപ്പോൾ അവൻ അവിവാഹിതനാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം നേരത്തെ തന്നെ വിവാഹിതനാണ് പറഞ്ഞല്ലോ. മണ്ണാർക്കാട്ടെ ഉണ്ണിക്കമ്മു സാഹിബിൻ്റെ മകളെ കല്യാണം കഴിച്ച് 2 മക്കളുമുണ്ട്. ആ സമയത്താണ് ഇദ്ദേഹത്തിന് ഈ മാനസാന്തരം വരുന്നത്. അദ്ദേഹം വലിയ ബുദ്ധിമാനായിരുന്നു, ധാരാളമായി പഠിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഹിന്ദു ദർശനങ്ങളൊക്കെ നിരന്തരമായി വായിക്കുമായിരുന്നു. സന്യാസിമാരെയൊക്കെ വിളിച്ചു വരുത്തി അവിടെ താമസിപ്പിക്കുകയും അവരോട് നിരന്തരമായി ഇസ്ലാമായിരിക്കുമ്പോൾ തന്നെ നേരത്തെ ഇസ്ലാമായിരിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് അദ്ദേഹത്തിന് കൃത്യമായൊരു ബോധ്യം വന്നത്. അപ്പോൾ ഇദ്ദേഹം ഹിന്ദു മതത്തിൽ ചേരാൻ തീരുമാനിച്ചപ്പോൾ അനിയനും പറഞ്ഞു ഞാനും എന്നാ ഏട്ടൻ്റെ കൂടെയാണ്, കാക്കൻ്റെ കൂടെ ഞാനും ചേരുകയാണ്. അങ്ങനെ അദ്ദേഹവും ചേർന്നു. അപ്പോൾ ചേരാൻ തീരുമാനിച്ചപ്പോൾ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആര്യസമാജം ഒരാൾക്ക് രാമസിംഹൻ എന്ന മൂത്തയാൾക്കും നരസിംഹൻ എന്ന് രണ്ടാമത്തെ ആൾക്ക് അനിയനും പേരിട്ടു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇനി സ്വാഭാവികമായിട്ടും ഒരു ജന്മം അങ്ങനെയാണല്ലോ, നമ്മുടെ ഒരു ആശ്രമം വിടുകയാണല്ലോ, പൂർവാശ്രമം വിട്ട് വേറെ ഒരു തലത്തിലേക്ക് കിടക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ എന്തെങ്കിലും അഭിലാഷങ്ങളോ സങ്കടങ്ങളോ ഉള്ളിൽ ശോകമോ ബാക്കിയുണ്ടോ എന്നൊരു ചോദ്യമോ പ്രീസ്റ്റ് ചോദിച്ചു, പുരോഹിതൻ ആര്യസമാജത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവുണ്ട്, എനിക്കൊരു സങ്കടമുള്ളൂ, ഇവനാണ് എൻ്റെ സങ്കടം. ഇവൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലാതെ എന്നോളം ഇത് പഠിച്ചിട്ടും ബോധ്യപ്പെട്ടൊന്നുമല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ കൂടെ വരികയാണ്. അതുകൊണ്ട് അവന് ജീവിതത്തിലൊന്നും നഷ്ടപ്പെടരുത്. അവൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ട് പോലുമില്ല, അവൻ ഇന്നു മുതൽ നരസിംഹനാണ്. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഒരു ഗംഭീരമായ തീരുമാനമെടുത്തു, പേടിക്കണ്ട, അവന് തുല്യമായ പ്രായമുള്ള എല്ലാം കൊണ്ടും യോജിക്കാവുന്ന ഒരു വധുവിനെ ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അത് ഹിന്ദു ആയിരിക്കും. മാത്രമല്ല നിങ്ങളോടുള്ള പ്രത്യേക ബഹുമാനപ്രകാരം ഞങ്ങളത് ഒരു ബ്രാഹ്മണ സ്ത്രീയെ തന്നെ നിങ്ങളുടെ കുടുംബത്തിന് കല്യാണം കഴിച്ചു തരും. അങ്ങനെയാണ് ആ കല്യാണം നടന്നത്. 1940
ഏതാണ്ട് ജൂലൈ കാലത്താണ്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പാണ് ഈ സംഭവം. പക്ഷേ പ്രമാദമായ കൂട്ടക്കൊല അരങ്ങേറുന്നത് സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പാണ്. സ്വാതന്ത്ര്യം 2015 ആഗസ്റ്റ് 15, അതേ മാസമാണ്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാണ് അല്ല, സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് ആഗസ്റ്റ് 4 സംഭവം നടക്കുന്നത്. 3 രാത്രിയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അവർ പറഞ്ഞത് പാലിച്ചു. ഇദ്ദേഹം രാമസിംഹനായി, നരസിംഹനായി. ഇദ്ദേഹത്തിന് വേണ്ടി അവർ കല്യാണം ആലോചിച്ചു. ഒരു ബ്രാഹ്മണ സ്ത്രീയെ, കമല അന്തർജനം എന്നൊരു ബ്രാഹ്മണ സ്ത്രീയെ, തീരെ അക്ഷരാർത്ഥത്തിൽ പ്രായത്തിനും ഒക്കെ ചേർന്ന ഒരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അന്ന് മുതൽ പിന്നെ അവർ ഈ സാറിനറിയുന്ന മലപ്പുറത്ത് നിന്ന് കൊളത്തൂരിലേക്ക് പോകുമ്പോൾ ചെമ്മൻകടവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ചെമ്മൻകടവ് അവിടുത്തുകാരാണ് അവർ. അവിടെയാണ് അവരുടെ പഴയ തറവാട്. ഇദ്ദേഹം ആരെയും ശല്യപ്പെടുത്തണ്ട, ഇനിയുള്ള കാലം ധ്യാന നിമഗ്നനായി ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ജീവിതം മുഴുവനും മാറി, പൂർണ്ണമായും വെജിറ്റേറിയനായി, ഈ വായനയും കീർത്തനങ്ങളും അങ്ങനെ ആചാരപ്രകാരം പൂജാവിധികളൊക്കെ ആയിട്ട് ലക്ഷണമൊത്ത ഹൈന്ദവനായി ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജീവിക്കാൻ വേണ്ടി അദ്ദേഹം ഈ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ഏരിയയിൽ നിന്ന് ഇദ്ദേഹത്തിന് വലിയൊരു തോട്ടം ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തിനടുത്ത് മലാപറമ്പ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് ഇപ്പോൾ ആ തോട്ടമാണ് പിൽക്കാലത്ത് MES വിലക്ക് വാങ്ങിച്ചിട്ട് അവിടെയാണ് പെരിന്തൽമണ്ണയിലെ MES മെഡിക്കൽ കോളേജ്. അവരുമായിട്ട് ചില കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ തർക്കങ്ങളൊക്കെ പിന്നീട് തീർന്നു തോന്നുന്നു. പക്ഷേ ആ തോട്ടത്തിലേക്ക് മാറി. അത് അദ്ദേഹത്തിൻ്റെ തോട്ടമാണ്, എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിൽ ഒരു കൊച്ചു ബംഗ്ലാവ് പോലെ ഒരു കൊച്ചു വീടുണ്ടാക്കി ആ വീട്ടിലേക്ക് മാറി. അവിടെ ആരെയും ശല്യപ്പെടുത്താൻ പോവാതെ അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. അവിടെ താമസിച്ചു വരുമ്പോഴാണ് വ്യാപകമായ ഒത്താശയോട് കൂടിയിട്ട് ഇത് വലിയ കോളിളക്കം ഉണ്ടാക്കി പല തരത്തിൽ. ഒന്ന് മുസ്ലിങ്ങളുടെ പ്രമാണിമാരുടെ തറവാടിത്തം, കിളിയമണ്ണിൽ എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ വലിയ പേര് കേട്ട തറവാടാണ്. 2 കല്ലട എന്ന് പറയുന്നത് മണ്ണാർക്കാട് വലിയ ഗംഭീരമായ തറവാട്. 2 കൂട്ടർക്കും സാമുദായികമായ വലിയ മേൽക്കോയ്മയുണ്ട്. മാത്രമല്ല കല്ലടക്ക് സമുദായ നേതൃത്വമുണ്ട്, മുസ്ലിം ലീഗും ആ തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് വലിയ തോതിൽ പുകഞ്ഞു. ഒന്ന് അതിൻ്റെ തറവാടിത്തത്തിൻ്റെ വശം. രണ്ടാമത്തെ വശം ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന 100 കണക്കിന് തൊഴിലാളികളുണ്ട്. അവരൊക്കെ കുടിയാന്മാർ. തമ്പുരാൻ മാറി എന്ന് പറഞ്ഞാൽ അത് വലിയ വെടിയാണല്ലോ. തീർച്ചയായിട്ടും അത് വലിയൊരു സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് പോകും. തമ്പുരാന് മാറാമെങ്കിൽ നമുക്കെന്താ? അതുണ്ടാക്കാവുന്ന സാമൂഹ്യമായ ആഘാതങ്ങളെക്കുറിച്ച് മുസ്ലിം സമുദായം ആലോചിച്ചു തുടങ്ങി. അങ്ങനെ പലയിടത്തും രഹസ്യവും പരസ്യവുമായ യോഗങ്ങളൊക്കെ ചേർന്നു, മഹല്ലൊക്കെ ചേർന്നു. അവസാനം കണ്ടെത്തിയ വഴി ആരും അറിഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല. എപ്പോഴും അങ്ങനെയല്ല. ഒരു ക്രൈം നടന്നാൽ പിന്നെ നടന്നവൻ മാത്രമാവില്ല പ്രതി, കൂടിയാലോചിച്ചവരും ഗൂഢാലോചന നടത്തിയവരൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് ഈ ഒരു പാതിരാത്രിയിൽ ആ വീട് വളയുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നത് രാമസിംഹനുണ്ട്, നരസിംഹനും. രാമസിംഹൻ മുകളിലെ മുറിയിലായിരുന്നു എന്ന് പറയുന്നു. ഒരു ഒറ്റ നിലയുള്ള 2 നിലയുള്ള കൊച്ചു വീടാണ്. ഞാൻ എൻ്റെ ഒരു പഴയ ചിത്രം കണ്ടിട്ടുണ്ട്. പിന്നെ തകർക്കപ്പെട്ടു. അപ്പോൾ താഴെ ഈ കമല അന്തർജനവും പിന്നെ ഭർത്താവും നരസിംഹനും ഉണ്ട്. അവർക്ക് അരിവെപ്പുകാരൻ, ഇവർക്ക് അന്ന് നല്ല സസ്യഭക്ഷണം, വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു അയ്യരെ, രാമയ്യർ എന്ന് പറയുന്ന ഒരു അയ്യരെ, ഒരു പാലക്കാടൻ ബ്രാഹ്മണൻ മറ്റോ ആണ് അവർ. അദ്ദേഹവും അവരെ കൂടെ ഉണ്ട്. ഇവരെല്ലാവരെയും ആ രാത്രിയിൽ കൊന്നു. ഒറ്റ രാത്രി ഭയങ്കര ആരവങ്ങളുമായി വളഞ്ഞ് പന്തങ്ങളും വലിയൊരു ജനക്കൂട്ടം വളഞ്ഞു. ഇരുട്ടത്താണ്. ഒന്ന് ആളെ കാണാനില്ല, തെളിവുകളില്ല, ആരും ഒന്നും എന്നുള്ളതിന് സാക്ഷികളില്ല. അങ്ങനെ എങ്കിലും ഈ 4 പേരെയാണ് അന്ന് കൊന്നത്. അപ്പോൾ അതൊരു പ്രമാദമായ കൊലപാതക കേസാണ്. പിന്നീട് ആ കേസ് ദീർഘകാലം പോലീസ് തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്തു. പാലക്കാട് സെഷൻസ് കോടതിയാണ് ആദ്യം. അതിൽ 4 പേരെ അന്വേഷിച്ചപ്പോൾ തീർച്ചയായിട്ടും ബ്രിട്ടീഷ് പോലീസിന് ആവശ്യമായ തെളിവുകളൊക്കെ കിട്ടുമല്ലോ, അവർ കണ്ടെത്തി. അപ്പോൾ അതിൽ ഈ കൃത്യം നേരിട്ട് നിർവഹിച്ച ഈ ആൾക്കൂട്ടത്തിൽ ഈ കൃത്യം ചെയ്യാൻ പോകാൻ ധൈര്യമുള്ളവൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവരെ ഓരോരുത്തരെയായിട്ട് ഒറ്റയ്ക്ക് പിടിച്ചപ്പോൾ പ്ലാൻ ചെയ്ത ഇന്നവരാണ്, കുത്തിയത് ഇന്നവരെ, അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു. കിട്ടി. 4 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീടാണ് വലിയ ഗൂഢാലോചന, വലിയ തോതിലുള്ള ക്യാമ്പയിൻ വർക്ക് നടക്കുന്നത്. ഒന്ന് ഈ പ്രതികളെ രക്ഷിച്ചേ പറ്റൂ. അപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ആളുണ്ടെന്നും ഇവരൊന്നും ഒറ്റക്കല്ല, അതൊരു കമ്മ്യൂണിറ്റിയുടെ ക്രൈം തന്നെയാണ്
എന്ന് മനസ്സിലായി. അത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞായിരിക്കുമല്ലോ. അതിനുശേഷമാണ് ശേഷം സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലാണ് കേസ് അപ്പീൽ പോയത്. മദ്രാസ് ഹൈക്കോടതിയാണ്. മദ്രാസ് അസംബ്ലിയിൽ ഇദ്ദേഹത്തിൻ്റെ ഇവരൊക്കെ പ്രമാണിമാരാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ സ്വാധീനിച്ചു. 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, നിയമവ്യവസ്ഥയെ വിലക്ക് വാങ്ങാനും സ്വാധീനിക്കാനും സാധിച്ചു. വലിയ പ്രഷർ. കോൺഗ്രസ് ഗവൺമെൻറ് പോലും അതിനെ പിന്തുണച്ചു എന്ന് വെച്ചാൽ ആ ഒരു ഇഷ്യൂ അവസാനിപ്പിക്കാനും ഹൈഡ് ചെയ്യാനും ഒക്കെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിലെ സാക്ഷികളെ മൊഴി മാറ്റിച്ചു. അതിനുവേണ്ടി വലിയ തോതിൽ പണപ്പിരിവ് നടത്തി. ഒന്നുകിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന് പലരും പറയും. ആ പണപ്പിരിവ് നടത്തി, അത് പണം കൊടുത്താണോ ഇനി ഭീഷണിപ്പെടുത്തി, രണ്ടും ബാധിച്ചിട്ടുണ്ടാവും. ജീവൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇവരൊക്കെ തന്നെ മൊഴി സത്യം പറഞ്ഞാൽ ഹൈക്കോടതിയിൽ കേസെത്തിയപ്പോൾ അപ്പീൽ പോയപ്പോൾ സാക്ഷി പറയാൻ ഒരാൾ പോലും തയ്യാറായില്ല. ഈ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു. ഭീകരമായൊരു കൊലപാതകത്തിൽ ഒരു പ്രതിയെ പോലും ശിക്ഷിക്കപ്പെടാതെ പോയ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രമാദമായ സംഭവമാണ് ഒന്ന്. ആരും പറയാത്ത കേസുമാണ്. പക്ഷെ പറയാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഞാനിത് വളരെ മുമ്പേ പറയുന്നത് സംഘപരിവാർ പിന്നീടാണ് സാറേ. അവർ മാത്രമാണ് ഇന്നും പറയുന്നത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞു തുടങ്ങിയത് മലപ്പുറത്തെ ഇടതുപക്ഷ. അപ്പൊ ഞങ്ങളൊക്കെ ഇടതുപക്ഷത്തിന്റെ വേദിയിൽ വന്നു തുടങ്ങിയവരാണല്ലോ. ഞാൻ പറഞ്ഞത് ഈ വിഷയം ഉന്നയിക്കേണ്ടത് മതേതരവാദികളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. അപ്പോൾ അന്ന് ഈ മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കണം എന്നൊക്കെയുള്ള വാദം ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു കേട്ട കാലമാണ്. മതപരിവർത്തനം നടത്തിയവരെയൊക്കെ തിരിച്ച് ശുദ്ധി പ്രക്രിയ നടത്തുന്നത് നേരത്തെ വാദമുണ്ട്. പിന്നെ അതിനാണ് ഇപ്പോൾ പിൽക്കാലത്ത് ഘർ വാപ്പസി എന്നൊക്കെ പേര് പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം ഇതാണ്, ഘർ വാപ്പസി വേണ്ടിവരുന്നത് ഇത് ഏകപക്ഷീയമായതുകൊണ്ടാണ്. മതപരിവർത്തനം ജനാധിപത്യപരമായ ബോധ്യപ്രകാരമാണെങ്കിൽ അത് പൗരാവകാശമാണ്. പക്ഷെ അത് ഏകപക്ഷീയമായിക്കൂടാ. ഇസ്ലാമിലേക്ക് ഒരാൾ വരുമ്പോൾ അത് സ്വാഗതം ചെയ്യുക, ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതമാവുക, മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ഏജൻസികൾ വലിയ തോതിൽ വർക്ക് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും സ്വയം ബോധ്യപ്രകാരം ഒരാൾ ഇസ്ലാം വിട്ട് ഹിന്ദു മതത്തിലേക്ക് പോയാൽ അവനെ കൊന്നുകളയണം എന്ന് വെറുതെ ചെയ്തതല്ല, അത് ഒരാൾക്കൂട്ടം ചെയ്ത ക്രൈമല്ല. അതിന് ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട്. ഉണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ, ഇപ്പോൾ നല്ല മനുഷ്യരോട് ഏറ്റവും സോഫ്റ്റായ ഇസ്ലാം പറയുന്ന എന്നാൽ കടുത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനാണ് മൗലാന അബുൽ അയല മൗദൂദി. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. ആ പുസ്തകം സമർത്ഥമായൊരു തട്ടിപ്പ് എന്താ വെച്ചാൽ, ആ പുസ്തകം മൗദൂദിയുടെ എല്ലാ പുസ്തകങ്ങളും അവരുടെ മലയാളത്തിലെ പബ്ലിക്കേഷൻ, മലയാളത്തിൽ IPH എന്ന് പറയും, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോട്, അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉറുദുവിലുള്ള ഏറ്റവും വിഖ്യാതമായ പുസ്തകം ഇപ്പോഴും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ആ പുസ്തകത്തിൻ്റെ പേര് മുർത്തദ് കി ശസ ഇസ്ലാം ഖാനൂൻ മേം എന്നാണ്. എന്ന് വെച്ചാൽ മുർത്തദ് എന്ന് വെച്ചാൽ മതഭ്രഷ്ടൻ, ഇസ്ലാം വിട്ടുപോയ ഒരാൾ. മുർത്തദ് കി ശസ അയാൾക്കുള്ള ശിക്ഷ, മതഭ്രഷ്ടൻ്റെ ശിക്ഷ ഇസ്ലാം ഖാനൂൻ മേം ഇസ്ലാമിക നിയമത്തിൽ. എന്താ ശിക്ഷ എന്നറിയോ? രണ്ടാമതൊന്നും ആലോചിക്കാനില്ല, തട്ടിക്കളയുക എന്നുള്ളതാണ്. ഇസ്ലാമിൽ നിന്ന് ഒരാൾ വിട്ടുപോയാൽ വധശിക്ഷ ആദ്യം ഉറപ്പിച്ചു കൊടുക്കാവുന്ന ആദ്യത്തെ കുറ്റകൃത്യമാണത്. അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഇസ്ലാമിക് ബേസ് വെച്ച്, ഐഡിയോളജിക്കൽ ബേസ് വെച്ച് തന്നെയാണ് വന്നത്. ഏതെങ്കിലും പോക്രികളായ കുറച്ച് മുസ്ലിം വിവരക്കേടുകൾ മതശാസനയാണ് നടപ്പാക്കിയത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ മലപ്പുറത്ത് ആദ്യകാലങ്ങളിലൊക്കെ അവിടുത്തെ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന വിഭാഗം യഥാർത്ഥ സെക്യുലർ ആയിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഇത് പറഞ്ഞിട്ടുണ്ട്. ഏത് കാലം വരെ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 80-90 വരെയൊക്കെ പറഞ്ഞിരുന്നു. 90-കൾക്ക് ശേഷമാണല്ലോ ഇതൊക്കെ മാറി മറിയുന്നത്. ഇപ്പോൾ ഒക്കെ ഏകപക്ഷീയാണ്. ഒരാൾ എല്ലാ കാര്യങ്ങളിലും നടക്കുന്നത് ഇപ്പോൾ ഇസ്ലാമിലേക്ക്. പിന്നെയാണല്ലോ പ്രമാദം ഒരുപാട് സംഭവങ്ങൾ വന്നത്. അപ്പോഴൊക്കെ ഇപ്പോൾ ആ കൊടിഞ്ഞിയിലൊരു ഒരാൾ മതം മാറിയതിൻ്റെ പേരിൽ 2 കൊലപാതകങ്ങൾ നടന്നു. വളരെ മുമ്പ്, അടുത്ത കാലത്ത്. കൊടിഞ്ഞി എന്ന് പറഞ്ഞാൽ മമ്പുറത്തിനടുത്താണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മമ്പുറം തങ്ങളുടെ പള്ളിയാണ്. അപ്പോൾ അവിടെ ഒരാൾ, ഈ അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരാൾ ഇസ്ലാമായി, അതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടു. ആ പ്രതികളെ, പിന്നെ പ്രതികളിൽ ഒരാളെ ആൾക്കൂട്ടം മീൻസ് തീവ്രവാദികൾ, ആ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഏകപക്ഷീയമല്ല, ആവാൻ പാടില്ല. മലപ്പുറത്തൊരു പ്രമാദമായ സംഭവം. ഇതിലൊരു കാര്യം കൂടി ചേർത്ത് പറയാനുണ്ട്, ഞാനത് വിശദമായിട്ട് എഴുതണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ, ഏതാണ്ട് ഇതേ കാലത്ത് ഒരു പരമേശ്വരൻ നമ്പൂതിരി ഒരു പ്രണയിനിയെ, ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അവരുടെ ബോധ്യപ്രകാരം അദ്ദേഹം അബ്ദുള്ള മൗലവിയായി പിന്നീട് ഇസ്ലാമിന് വേണ്ടി പ്രചാരമൊക്കെ നടത്തിയിരുന്ന ഒരാളായിട്ട് ഏതാണ്ട് ഇതേ കാലത്ത് 40-കളിൽ ഇതേ മലപ്പുറത്തുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി സൗകര്യാർത്ഥം തെക്കോട്ട് പോലുകയും ഇവിടെ വർക്കലയിൽ ജീവിച്ചു, അവിടെ മരിച്ചു എന്നൊക്കെയാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്.
അതൊരു ഇഷ്യൂവേ ആയിട്ടില്ല. അദ്ദേഹത്തെ ആരും കൊന്നുമില്ല, ആരും കൊന്നില്ല, തൊട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ കുടുംബമൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തി പോന്നിരുന്നു. അവിടുത്തെ കാരണവന്മാർ, പ്രത്യേകിച്ച് മഞ്ചേരി കോവിലകത്തെ ബാലേട്ടനെ പോലുള്ള കാരണവന്മാരൊക്കെ ഞങ്ങളോട് സംഭവം പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഒരേ നാട്ടിലാണ് സംഭവിക്കുന്നത്, ഒരേ ഹിന്ദു മതത്തിൽ നിന്ന് പോയാൽ ഒരു പ്രശ്നവുമില്ല. രണ്ട് തരത്തിൽ ഇതിനെ കാണുന്നുണ്ട്. അത് രണ്ട് കമ്മ്യൂണിറ്റിയുടെ മാനവികതയും മതനിരപേക്ഷതയും മതസ്വാതന്ത്ര്യവുമായി ഒക്കെ ബന്ധപ്പെട്ട രണ്ട് കമ്മ്യൂണിറ്റിക്കുമുള്ള വളരെ വ്യത്യസ്തമായ ദർശനവുമായി ബന്ധപ്പെട്ടതാണ് ഈ കൊലപാതകത്തെ തുടർന്ന് അവരുടെ പ്രോപ്പർട്ടി ഇപ്പോൾ MES വിലയ്ക്ക് വാങ്ങി മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നു പറഞ്ഞല്ലോ. പിന്നീട് എങ്ങനെയാണ് എൻ്റെ ഈ വ്യവഹാരവും ഈ ഇല്ല, അവിടെ സ്വത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒന്നാമത് ആ കുടുംബം അത് രമ്യതയിൽ തീർത്തു. ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം, അവിടെ ക്ഷേത്രം ഈ ആക്രമണത്തിനിടയിൽ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് പിൽക്കാലത്താണോ ആ പേര് വന്നത് എനിക്കറിയില്ല, നരസിംഹമൂർത്തി എന്നാണ് ആ ക്ഷേത്രത്തിന് ഇപ്പോഴും ഉണ്ട് ക്ഷേത്രം, പുതുക്കി പണിതു നന്നായി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ചൊല്ലി ആ ക്ഷേത്രം പുതുക്കി പണിയുന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ തർക്കങ്ങൾ അവിടെ നിലനിന്നിരുന്നു. അത് അവസാനിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നു. മലപ്പുറം ക്ഷേത്രം എവിടെയുള്ളത്? ഇതിനോട് ചേർന്ന് ഈ MES മലപ്പുറത്തെ വീടൊന്നും ഇപ്പോൾ ഇല്ല, വീടൊക്കെ എന്നോ തകർക്കപ്പെട്ടു പോയി. തറവാട് മറ്റവരാണ് ഉണ്ടായിരുന്നത്. അല്ല, ഇവർ കൊല്ലപ്പെട്ട വീടൊന്നുമില്ല, സമ്പൂർണ്ണമായി തകർന്നു. അവിടെയാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. MES ആ വീടും ആ പരിസരവും ആ എസ്റ്റേറ്റാണ് അവർ വിലക്കെടുത്തത്. പിന്നീട് കൈമാറിയിട്ടാവും, എന്തായാലും അതിപ്പോൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മയാണ്, വലിയൊരു പാഠാണത്. മതം മനുഷ്യന് മാറാമോ എങ്കിൽ ആർക്കും എപ്പോഴും അവനവൻ്റെ ബോധ്യപ്രകാരം. അല്ല, ഇതൊരു വലിയ ഐക്കണല്ലേ. മാഷൊക്കെ സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നവരാണ്. പക്ഷെ നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ഒരാളും ഈ രാമസിംഹനെയും നരസിംഹനെയും അവരെ ഭീകരമായി കൊലപ്പെടുത്തിയതും ഒന്നും പറഞ്ഞു കേൾക്കുന്നേയില്ല. അതാണ് അത് പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് മാതൃകയാക്കാൻ കൊള്ളാത്ത പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോഴാണല്ലോ ഓർക്കാൻ പാടില്ലാത്തത് നമുക്ക് ഓർക്കേണ്ടി വരുന്നത്. ചരിത്രത്തിൽ നല്ലത് മാത്രം എടുത്ത് നമുക്കിഷ്ടമുള്ളത്, നമുക്ക് സന്തോഷം വരുന്നത് മാത്രം ഓർക്കാനുള്ളതല്ലല്ലോ ചരിത്രം. ചരിത്രത്തിലെ എല്ലാതരം പാഠങ്ങളും ഇല്ലേ, എല്ലാതരം പാഠങ്ങളാവണ്ടേ. ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് എപ്പോഴും പറയുന്നതാണ്, മത പരിവർത്തനം എന്നത് മനുഷ്യൻ്റെ ബോധ്യപ്രകാരമാണെങ്കിൽ അതിനകത്ത് വേറെ ആർക്കും റോളില്ല. അല്ല, മറ്റൊന്നുകൂടി ഉണ്ടല്ലോ, ഈ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശോ ഒന്നും ആവണ്ട, അവസരം കിട്ടിയാൽ അതിനുള്ള സ്വാധീനവും ആൾബലവും ഉണ്ടായാൽ ഇവിടെയും ഇസ്ലാമിക നിയമം നടപ്പാക്കും എന്നല്ലേ ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത്? അല്ല, അത്തരം ചില അനുഭവങ്ങളുണ്ടല്ലോ നമ്മളെ സമൂഹത്തിൽ. ഇപ്പോൾ ഇത് 40കളിലാണ് രാമസിംഹൻ സംഭവമെങ്കിൽ 90കളിലല്ലേ ചേകനൂർ മൗലവിയെ നാമാവശേഷനാക്കുകയല്ലേ ചെയ്തത്? ഇല്ലല്ലോ, നോവേർ ഒരു അസ്ഥിക്കൂടം കഷ്ണം പോലും കണ്ടുകിട്ടില്ലല്ലോ. അങ്ങനെയും നശിപ്പിക്കാൻ CBI എവിടെല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റും, ഉഴുതുമറിച്ചു ലിറ്ററലി. JCB ചെയ്യാൻ പറ്റും. മണ്ണിലൊക്കെ പക്ഷെ അതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ പറയുന്ന എല്ലാ കാലത്തും എൻ്റെ പൊന്നു സാറേ, ഭരണകൂടങ്ങൾ അന്തിമമായി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് തടയും. എല്ലാ ഭരണകൂടങ്ങളും. CBIയുടെ കേസ് ഈ മൊയ്തു മൊയ്തു ആവശ്യപ്പെട്ടിട്ടാണ് ഈ ചേകനൂർ കേസ് CBIക്ക് വിട്ടത്. നോവേർ, എവിടെ എത്തിയില്ല. ആരാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു പ്രതികളെന്ന് പറഞ്ഞ ഒരു ഇദ്രീസിനെയൊക്കെ പിടിച്ചിരുന്നു. അതന്നല്ല, പിടിച്ചവനെ പോലും പിന്നെ വെറുതെ വിട്ടു. ഇദ്രീസ് അല്ല, ഒരു ഹംസ മുസ്ലിയാരെ വിട്ടിരുന്നു. പലരും പ്രതിപട്ടികയിലൊക്കെ പലരും ഉണ്ട്. യഥാർത്ഥ പ്രതികൾ ആരാന്ന് എല്ലാവർക്കും അറിയാം. കൊല്ലിച്ചവനല്ലേ പ്രതി. അതിനിപ്പോഴും വലിയ പ്രഭാവത്തോടെ, വലിയ ഉഗ്രപ്രതാപത്തോടെ നടക്കുകയല്ലേ രാജ്യത്ത്. കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊന്നും ആ കേസിൽ ഈ പ്രതികളെ രക്ഷിച്ചു. CBIക്ക് വിട്ടപ്പോൾ ആദ്യം കോൺഗ്രസ് ആയിരുന്നു, അവർ രക്ഷപ്പെടുത്തി. വാജ്പേയിയുടെ കാലത്തും അത് തന്നെ സംഭവിച്ചു. ഇതാണ് സംഭവിച്ചത്. രാമസിംഹനും നരസിംഹനും കേരളം മറക്കാൻ പാടില്ലാത്ത ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.